നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം ചിത്തിര നക്ഷത്രത്തെ കുറിച്ചാണ്. ചിത്തിര നക്ഷത്രക്കാരുടെ 2026 വർഷത്തെ ഫെബ്രുവരി മാസം 14 തീയതി മുതൽ 28 തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഇവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാൻ സാധ്യതയുള്ളതെന്നും ഇവരെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ജീവിതം കൂടുതൽ ആസ്വാദികരമാക്കാമെന്നും ഭാവിയിലേക്ക് ഈ സമയത്ത് ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇപ്പോൾ ചിത്തിര നക്ഷത്രക്കാർക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, വിദേശ യാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലകരമായിട്ടുള്ള ഒരു സമയമാണ്. ഇപ്പോൾ വിദേശ യാത്രയ്ക്ക് ഇന്റർവ്യൂകൾക്കും ആപ്ലിക്കേഷനൊക്കെ അയക്കാവുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വിദേശത്തേക്ക് എത്തുവാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉപരിപഠനത്തിനായിട്ടൊക്കെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് നടക്കുന്നതാണ്. നിങ്ങളുടെ ഭവനത്തിന്റെ അന്തരീക്ഷമൊക്കെ വളരെ സന്തോഷപ്രദമാക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയമാണ്. നിങ്ങൾ മുൻകൈ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബജീവിതം കൂടുതൽ സന്തോഷകരമാകുന്നതാണ്. ഔദ്യോഗിക രംഗത്തൊക്കെ നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നതാണ്. തൊഴിലിലൊക്കെ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവുന്നതാണ്, മേന്മ ഉണ്ടാവുന്നതാണ്, പ്രമോഷനൊക്കെ ലഭിക്കുന്നതാണ്. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് അംഗീകരിക്കപ്പെടാതെ കിടന്നിരുന്ന ഒരാളാണെങ്കിൽ ഈ സമയത്ത് അംഗീകാരമൊക്കെ ലഭിക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടത്തിനൊക്കെ ഒരു സാധ്യതയുണ്ട്. ലോട്ടറി ഭാഗ്യം, അതുപോലെ തന്നെ ഭാഗ്യക്കുറികളിൽ നിന്ന് ഒക്കെയുള്ള ഭാഗ്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ പല ആളുകളും നിങ്ങളെ സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ്. ബിസിനസ് പരമായിട്ടൊക്കെ നിങ്ങൾക്ക് വളരെ നേട്ടം ഉണ്ടാകുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവരൊക്കെ അതൊക്കെ വിപുലപ്പെടുത്തുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ പ്രണയ കാര്യങ്ങളൊക്കെ സഫലമാകുന്നതാണ്. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന പ്രണയമൊക്കെ സഫലീകരിക്കുന്നതാണ്. വിവാഹമൊക്കെ തീരുമാനിക്കാൻ ഒക്കെയുള്ള ഒരു സമയം കൂടിയാണ്. ബന്ധുമിത്രാദികളുടെ ഒക്കെ ഒരു സഹായം നിങ്ങളെ തേടിയെത്തുന്നതാണ്. നിങ്ങൾ ചില കാര്യങ്ങളിൽ വളരെ ഭാഗ്യം ചെയ്യുന്ന ഒരു സമയമാണ്. നിങ്ങൾ പോലും അറിയാതെ തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ വന്നു ചേരുകയാണ്. വാഹനം, ഭവനം, ജോലി, ഇതൊക്കെ നിങ്ങൾക്ക് നിലച്ചിരിക്കാതെ വന്നു ചേരുന്ന ഒരു ഭാഗ്യം പോലെയാണ് കാണുന്നത്. ഒരുപാട് കാലമായിട്ട് സന്താനമില്ലാത്തവർക്കൊക്കെ സന്തോഷ വാർത്തകൾക്കൊക്കെ ഒരു സാധ്യതയുണ്ട്. കൂടാതെ ഈ ചിത്തിര നക്ഷത്രക്കാർക്ക് സന്താനങ്ങളെ കൊണ്ട് ശ്രേയസ് ഉണ്ടാകുന്ന ഒരു സമയമാണ്. സന്താനങ്ങൾ മൂലം നിങ്ങളുടെ പേരും പ്രശസ്തിയും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഉദരരോഗമൊക്കെ ഉണ്ടായിരുന്നവർക്കൊരു ആശ്വാസമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഒരുപാട് കാലമായിട്ട് നിങ്ങളെ പിടിപെട്ടിരുന്ന ഒരു വിഷാദ ഭാവം അല്ലെങ്കിൽ മനസ്സിനുണ്ടായിരുന്ന ഒരു വിഷമമൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. വളരെ കാലമായിട്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊന്നും നടക്കാതെ പോയതിന്റെയൊക്കെ വിഷമങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നൊക്കെ മാറുന്നതാണ്. പുതിയ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കാലെടുത്ത് വയ്ക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഈ ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ച്. മാനസികമായിട്ട് പിരിമുറുക്കം അനുഭവിച്ചിരുന്നവർക്കെല്ലാം അതിന് അയവ് വരുന്നതാണ്. കടബാധ്യതകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരികയും ആ വ്യക്തി മൂലം നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയമാണ്. നിങ്ങൾ എല്ലാ ശനിയാഴ്ച ദിവസവും വ്രതമെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ 14 തീയതി മുതൽ 28 തീയതി വരെ ഏകദേശം 3 ശനിയാഴ്ചകൾ വരുന്നുണ്ട്. ഈ 3 ശനിയാഴ്ചകളിൽ നിങ്ങൾ വ്രതമെടുക്കുന്നത് വളരെ നല്ലതാണ്. വ്രതമെടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പട്ടിണി കിടന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു നേരം ആഹാരം കഴിച്ചുകൊണ്ട് ഇരിക്കുന്നതുകൊണ്ട് വ്രതമാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം അനുസരിച്ച് നിങ്ങൾ വ്രതമെടുത്താൽ മതിയാകുന്നതാണ്. സസ്യാഹാരമൊക്കെ കഴിച്ച് ചെറിയ തോതിൽ പഴങ്ങളൊക്കെ കഴിച്ച് നിങ്ങൾക്ക് വ്രതമെടുക്കാവുന്നതാണ്. ഈ വ്രതം എടുക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നേ ദിവസം നിങ്ങളുടെ മനസ്സ് വളരെ ശുദ്ധമായിരിക്കണം. കുശുമ്പ്, അസൂയ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നിങ്ങളുടെ മനസ്സിൽ പാടില്ല. നിങ്ങൾ ഏത് ദൈവത്തിനെയാണോ ആരാധിക്കുന്നത് ആ ദൈവത്തിന്റെ നാമം മാത്രം മനസ്സിൽ ഉച്ചരിച്ചുകൊണ്ട് ഒരു ജീവജാലങ്ങളോടും ദേഷ്യമോ പകയോ ഒന്നും പാടില്ല. അങ്ങനെ ഒരു 12 മണിക്കൂർ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ സൂര്യ ഉദയം മുതൽ അസ്തമനം വരെയുള്ള സമയങ്ങളിൽ നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. വ്രതമെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യമനുസരിച്ച് മാത്രം നിങ്ങൾ വ്രതമെടുക്കുക. അപ്പോൾ ഈ ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന 14 ദിവസം വളരെ നല്ല ഒരു
ഫലമാണ് നമ്മൾ കാണുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് നോക്കിയും കണ്ടും ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ഭാഗ്യങ്ങളെല്ലാം നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിട്ട് അതിനു നേരെ കണ്ണു തുറക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാം വന്ന് ഭവിക്കുന്നതാണ്. അപ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇതെല്ലാം കാണുവാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.